ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ തണ്ണീർത്തടങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10th മെയിൻസിൻ്റെ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് തണ്ണീർത്തടങ്ങൾ. ഈ ഭാഗത്ത് റാംസർ സൈറ്റുകളും റീസെൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച ഇന്നലെ കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ച ചോദ്യമടക്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റാംസർ സൈറ്റുകളും ആ ഭാഗത്തുള്ള കറണ്ട് അഫയേഴ്സും ഉൾപ്പെടെ നമുക്ക് നോക്കാം. തണ്ണീർത്തടം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. 1997 മുതലാണ് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. എന്താണ് തണ്ണീർത്തടങ്ങൾ? തണ്ണീർത്തടം എന്നാൽ മണ്ണിൽ ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, അവിടെ ജലം കെട്ടിക്കിടക്കണം. ഓക്കെ, ഒഴുകുന്ന ജലത്തെ തണ്ണീർത്തടമായിട്ട് പരിഗണിക്കില്ല, കെട്ടിക്കിടക്കുന്ന ജലം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം നദികളാണെങ്കിൽ അവ തണ്ണീർത്തടമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതേസമയം അഴിമുഖങ്ങളോ കണ്ടൽക്കാടുകളോ അല്ലെങ്കിൽ കായലുകളോ അതിനെയൊക്കെ എന്ത് ചെയ്യാം, തണ്ണീർത്തടമായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. നെൽവയൽ തണ്ണീർത്തടമാണോ? ഒരു PYQ ആണ്. തണ്ണീർത്തടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്, ഉൾപ്പെടുന്നത് ഏത് രീതിയിൽ ചോദ്യം വന്നിരുന്നു. അന്ന് നെൽവയലായിരുന്നു അതിൻ്റെ ആൻസർ. നെൽവയൽ തണ്ണീർത്തടം അല്ല. ഓക്കെ, ഇനിയും 1971 ഫെബ്രുവരി 2 റംസാർ ഉടമ്പടി നിലവിൽ വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണാർത്ഥമാണ് ഇങ്ങനൊരു ഉടമ്പടി നിലവിൽ വരുന്നത്. ഈ റംസാർ എവിടെയാണ്? ഇറാനിലാണ് റംസാർ. പേർഷ്യ എന്നൊക്കെയായിരുന്നു മുൻപ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇനി 1982 ഫെബ്രുവരി 1 ഇന്ത്യ റാംസാർ കൺവെൻഷന്റെ ഭാഗമായി മാറുന്നത്. 1982 ഇന്ത്യ ഈ റംസാർ ഉടമ്പടിയിൽ അംഗമാവുന്നത് എന്നാണ് ഫെബ്രുവരി 1. ഇനി മറ്റൊരു ചോദ്യം ഉള്ളത്, ഇന്ത്യയിൽ എത്ര റാംസാർ സൈറ്റുകളുണ്ട്? കറണ്ടായിട്ട് ഇന്ത്യയിൽ എത്ര റംസാർ സൈറ്റുകളുണ്ട്? 89 റംസാർ സൈറ്റുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 20 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ 20 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. ഇനി നമ്മുടെ ഇന്ത്യയിലാണെങ്കിലോ, ഇന്ത്യയിൽ മൊത്തത്തിൽ 89 സൈറ്റുകളുണ്ട്. അതിൽ 20 ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാടാണ്. ക്ലിയർ അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബനാണ്. ബംഗാളിലെ സുന്ദർബൻ. 2019 സുന്ദർബന് ഈ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറുതാണെങ്കിൽ ഏതാണ്? ഹിമാചലിലെ രേണുക തടാകമാണ്. 2005 രേണുക തടാകത്തെ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും വലുത് സുന്ദർബനും ഏറ്റവും ചെറുത് രേണുക തടാകവുമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 3 റാംസർ സൈറ്റുകളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? വേമ്പനാട് കായലുണ്ട്, അഷ്ടമുടി കായലുണ്ട്, ശാസ്താംകോട്ട തടാകം. ഓക്കെ, ഇവയെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2002 2002 ഓഗസ്റ്റ് 19 കേരളത്തിൽ നിന്ന് ഈ 3 സ്ഥലങ്ങളെ, 3 കായലുകളും തടാകങ്ങളുമായിട്ട് 3 ഉൾപ്പെടുത്തിയിട്ടുള്ളത്, റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ വേമ്പനാട് കായലാണ് ഏറ്റവും വലിയ റാംസാർ സൈറ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റായിട്ട് വേമ്പനാട് കായലും ഏറ്റവും ചെറുത് ശാസ്താംകോട്ട തടാകവുമാണ്. ഏതൊക്കെയാണ് കേരളത്തിലെ 3? വേമ്പനാട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട തടാകം. ഈ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ്? പാൻഡനാലാണ്. പാൻഡനാൽ തെക്കേ അമേരിക്കയിലാണ്. ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യം ബ്രിട്ടനാണ്. ബ്രിട്ടനിലാണ് ഏറ്റവും കൂടുതൽ റാംസാർ സൈറ്റുകളുള്ള രാജ്യം. ഓക്കെ, ഇനി 2025 പ്രമേയം എന്തായിരുന്നു? ലോക തണ്ണീർത്തടത്തിന്റെ 2025 പ്രമേയം എന്നത് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് 2025 തണ്ണീർത്തട ദിന പ്രമേയം. 2024 തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് 2024 പ്രമേയം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ നിന്ന് 4 റാംസർ സൈറ്റുകൾ കൂടി പുതിയതായിട്ട് വന്നു. ഓക്കെ, അങ്ങനെയാണ് ഇന്ത്യയിൽ
മൊത്തം 89 റാംസർ സൈറ്റുകളായി മാറിയത്. ഓക്കെ, അതുവരെ 85 4 കൂടി 2025 ആഡ് ചെയ്യാണ്. അത് ഏതൊക്കെയാണ്? സക്കരക്കോട്ടെ, തേർതാങ്കൽ, കേച്ചിയോ പാൽറി, ഉദ്വ ലേക്ക്. ഒന്നുകൂടെ നോക്കാം. സക്കരക്കോട്ടെ, തേർതാങ്കൽ, ഇത് രണ്ടും തമിഴ്നാട്ടിലെ പക്ഷി സങ്കേതങ്ങളാണ്. സക്കരക്കോട്ടെ, തേർതാങ്കൽ എന്നിവ തമിഴ്നാട്ടിലെ പക്ഷി സങ്കേതങ്ങൾ. കേച്ചിയോ പാൽറി സിക്കിം, ഉദ്വ ലേക്ക് ജാർഖണ്ഡ്. നോട്ട് ചെയ്ത് വെക്കണം. കേച്ചിയോ പാൽറി സിക്കിം, ഉദ്വ ലേക്ക് ജാർഖണ്ഡ്. സിക്കിമിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ആദ്യമായിട്ടാണ് ഓരോ പ്ലേസസ് നമ്മുടെ ഈ റാംസർ സൈറ്റിലേക്ക് ആഡ് ആവുന്നത്. സിക്കിമിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഫസ്റ്റ് ടൈമാണ് റാംസർ സൈറ്റിലേക്ക് ആഡ് ആവുന്നത്. അപ്പം അങ്ങനെ ആഡ് ആയത് കേച്ചിയോ പാൽറി എന്ന് സിക്കിമിൽ നിന്നും, ഉദ്വ ലേക്ക് ജാർഖണ്ഡിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സക്കരക്കോട്ടെ, തേർതാങ്കൽ, കേച്ചിയോ പാൽറി, ഉദ്വ ലേക്ക്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം സക്കരക്കോട്ടയും തേർതാങ്കലും തമിഴ്നാട്ടിലെ പക്ഷി സങ്കേതങ്ങളാണ്. കേച്ചിയോ പാൽറി ഫ്രം സിക്കിം ആൻഡ് ഉദ്വ ലേക്ക് ഫ്രം ജാർഖണ്ഡ്. ഇന്നലെ നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അതായത് ഏപ്രിൽ 23, 2025 നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. കറണ്ട് അഫെയർ ഫാക്റ്റാണ് ചോദിച്ചത്. ചോദ്യം ഇങ്ങനെ: 2025 റാംസർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. അതുപോലെ തന്നെ കേച്ചിയോ പാൽറിയും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. കാരണം സിക്കിമിൽ നിന്നുള്ള ആദ്യത്തെ റാംസർ സൈറ്റാണ്. സക്കരക്കോട്ടയും തേർതാങ്കലും തമിഴ്നാട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ സിക്കിമിലെ കേച്ചിയോ പാൽറിയും ഉദ്വ ലേക്കും നന്നായി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ചോദ്യം. 2025 റാംസർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.